ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. US-ൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്ന വിപണി, ആഗോള വിപണി എല്ലാം തന്നെ ഒരു കൺസോൾട്ടേഷൻ മോഡലാണ് ഉള്ളത്. ഇന്ത്യൻ മാർക്കറ്റും കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസവും ഇന്നും കൺസോൾട്ടേറ്റ് ആയിട്ട് ക്ലോസ് നടത്തി വിത്ത് പോസിറ്റീവ് സെന്റിമെന്റ്സ്. ഹീറോ മോട്ടോകോർപ്പ്, അല്ലെങ്കിൽ ബജാജ് ഓട്ടോ പോലെയുള്ള ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനീസ് ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. എന്നാൽ PSU സെക്ടർ, PSU ബാങ്ക് എല്ലാം തന്നെ ഫ്ലാറ്റ് ആയിരുന്നു. ബജാജ് ഹൗസിംഗ് മൂന്നാമത്തെ ദിവസവും അപ്പർ സർക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് പറയാതെ വയ്യ. ഈ IPOയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബജാജ് ഹൗസിംഗ് പോലെയുള്ള IPOs എല്ലാം തന്നെ 65 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ളത്. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അപ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് വരുന്നത്, IPO കിട്ടാനായിട്ട് ഞങ്ങളെ സമീപിക്കുക, അപ്പർ സർക്യൂട്ട് പോകുന്ന സ്റ്റോക്കുകൾ കിട്ടാനായിട്ട് നമ്മളെ സമീപിക്കുക. അവർ നമ്മൾ നേരെ ഒരു ഫ്രീ ആയിട്ടൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിൽ നമ്മൾ രാവിലെ തന്നെ കാണും, നിങ്ങൾ ത്രൂ നമുക്കൊരു IPO കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ ത്രൂ അപ്പർ സർക്യൂട്ട് പോകുന്ന സ്റ്റോക്കുകൾ കിട്ടിയെന്ന് വേറെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യും. ഇത് ഇവരുടെ തന്നെ ഷിങ്കിടികളായിരിക്കും. ഇത് കാണുന്ന നമുക്ക് വിശ്വാസം ഉണ്ടാവും. നമ്മൾ അവർ പറയുന്ന ആപ്പിലേക്ക് പൈസ അയക്കും, അവിടെ പ്രോഫിറ്റൊക്കെ കാണും, വീണ്ടും അയക്കും. അവസാനം നമ്മൾ വിഡ്രോവൽ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ പൈസ ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ മീൻസ് വിഡ്രോവൽ അല്ല. ഇത് തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസിൻ്റെ ആദ്യ സമയത്തിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ ഇത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ വീണ്ടും പോയി പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യുക. IPOയിൽ നമ്മളുടെ ബ്രോക്കർ മുഖാന്തരം അപ്ലൈ ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് ഓർത്ത് വീണ്ടും അടുത്ത IPO നല്ലതാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഗ്രീഡി ഉണ്ടാകാതിരിക്കാനായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി കൺസോൾട്ടേറ്റ് ആയത് കാണാം വിത്ത് സ്ലൈറ്റ്ലി പോസിറ്റീവ് മൂവ്മെൻറ്റ്. 25,407 നിഫ്റ്റി ക്ലോസ് നടത്തി. നിഫ്റ്റിയിൽ ഹീറോ മോട്ടോകോർപ്പ്, ബജാജ് ഓട്ടോ, എയർടെൽ, NTPC, MNM 1 മുതൽ 3.5% വരെയുള്ള റാലി നേട്ടം കൈവരിച്ചപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെയുള്ള ടാറ്റ മോട്ടേഴ്സ്, അതിൽ തന്നെയുള്ള ഐഷർ മോട്ടേഴ്സ് 1% മുതൽ 1.5% വരെയുള്ള ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അദാനി പോർട്ടും കോൾ ഇന്ത്യയും ടാറ്റ സ്റ്റീലും ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.91% സ്പൈക്ക് ചെയ്ത് 12.69. ഡോ ഫ്യൂച്ചർ 102 പോയിന്റിൻ്റെ പോസിറ്റീവാണ്. നിക്കി, ജപ്പാൻ മാർക്കറ്റ്, കോസ്പി, കൊറിയ, ഷാങ്ഹായ്, ചൈന, അതിന് മുകളിൽ ഓസ്ട്രേലിയ എല്ലാം തന്നെ ഒരു ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഗോൾഡ് $2,575 പെർ ഔൺസ്, $7 ഒരു ഇടിവ് ഇന്നുണ്ടാക്കി. എങ്കിലും ഉയർന്ന നിലക്ക് തന്നെയാണ്. ബ്രന്റ് ഓയിൽ $72 പെർ ബാരൽ. ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യുന്നത് 59,000-ലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. വീണ്ടും ബിറ്റ് കോയിൻ തിരികെ എത്തിയിട്ടുണ്ട്. നാളെ നമുക്കുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് 52,188 എന്ന നിലയിലാണ്. PCR 1.17 ആണ്. എങ്കിലും 52,500 മേജർ റെസിസ്റ്റൻസ് സോണും 53,000 നെക്സ്റ്റ് റെസിസ്റ്റൻസ് സോണാണുള്ളത്. 52,200 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളപ്പോൾ തന്നെ 52,000 ഹ്യൂജ് പുട്ട് അഡീഷൻ കാണാൻ സാധിക്കും. ഹാച്ച് കളറ് കൂടുതൽ പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ തെറ്റില്ലാത്ത ഒരു മാർക്കറ്റ് ദിവസം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബജാജ് ഹൗസിംഗ് ഒക്കെ കിട്ടിയ ആളുകൾക്ക് അതിൻ്റെ റാലി 3 ദിവസവും തുടർച്ചയായിട്ട് കിട്ടി. ഇനിയും മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാ ആളുകളും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു US-ൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെയാണ്. ട്രംപിനെതിരെ വീണ്ടും ഒരു വധശ്രമം ഉണ്ടായിരുന്നു. ഇത്തവണ അക്രമീനെ പോലീസ് പിടിച്ചു. മാർക്കറ്റിലൊന്നും നെഗറ്റീവായിട്ടൊന്നും റിയാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. US മാർക്കറ്റ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അതിൻ്റെ പിന്നാലെ മാത്രമാണ്. ബുധനാഴ്ച ദിവസമാണ്, നാളെയാണ് വരുന്നത്, നാളെ വൈകിട്ടാണ് അത് വരുന്നത്. അപ്പോൾ എനിവേ നാളെ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യപ്പെടുക വഴി വ്യാഴാഴ്ച ദിവസം നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി നമുക്കൊരു വലിയൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആയിരിക്കാം ഉണ്ടാവാൻ സാധ്യത. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സാധ്യതകളുള്ളത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അതിനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. കാരണം മാർക്കറ്റ് ഓവർ എക്സ്പെക്റ്റഡ് ആണ്. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട്. കാരണം ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള കാരണം കൊണ്ടാണ് IT സെക്ടർ ഉൾപ്പെടെയുള്ള കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയത്. മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ വരും അല്ലെങ്കിൽ അങ്ങനെ പോകുമെന്നൊന്നും പറയാനായിട്ട് നമ്മൾ ആളല്ല. എങ്കിൽ മാർക്കറ്റിൽ ഉള്ള ന്യൂസുകൾ നിങ്ങളായിട്ട് കൺവേ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ന്യൂസിലേക്ക് പോകാം. ആദ്യം IPO ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്.
PN Jewellers IPO 74% ലിസ്റ്റിംഗും കിട്ടി. ഈ ഒരു IPOയും ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. 62 times ആണ്, 62 മടങ്ങാണ് ഓവർ സബ്സ്ക്രിപ്ഷനൊക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതകൾ ലക്കാണ്. ബജാജ് ഓട്ടോ ഇവരുടെ ട്രയംബ് 400cc ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇത് കാരണമാണ് നമ്മൾ നേരത്തെ കണ്ടു ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഈ ബജാജ് ഓട്ടോയുടെ ഒരു വാഹനം വന്നപ്പോൾ ഇതേ സെഗ്മെൻറ്റിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് ഐഷർ മോട്ടോഴ്സ്, ഈ ഒരു 400cc ഉള്ള സെഗ്മെൻറ്റിൽ. അതുകൊണ്ട് ഐഷർ മോട്ടോഴ്സ് ഇടിഞ്ഞു. ഓല ഇലക്ട്രിക് കമ്പനി, BofA സെക്യൂരിറ്റീസ്, ഗോൾഡ്മാൻ സാക്ക് എന്ന് പറഞ്ഞ 2 റേറ്റിംഗ് ഏജൻസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഓല ഇലക്ട്രിക്കിനെ അപ്ഗ്രേഡ് ചെയ്തു. റെയിൽടെൽ കമ്പനിക്ക് 48 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഈസി ട്രിപ്പ് കമ്പനീസ് ഇവർ മെഡിക്കൽ ടൂറിസം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 90 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. പതഞ്ജലി ഫുഡ് ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് 1500 കോടി രൂപയായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് TCS ആണ് ഇവർക്ക് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് ഒക്ടോബറോട് കൂടിയിട്ട് മാറും എന്നറിയിച്ചു. അഗ്രോ ക്യാപിറ്റൽ കമ്പനി ഒരു ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 23 ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെടുക്കും. ഇൻഡോ കൗണ്ട് കമ്പനി ഇവർ US ഒരു ഫ്ലൂ വെക്ടെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനീനെ $19 മില്യൺ കൊടുത്ത് അക്യൂർ ചെയ്തു. ഇൻഫോസിസ് കമ്പനി മെട്രോ ബാങ്കായിട്ട് ഇവരുടെ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. GPT ഇൻഫ്ര കമ്പനി 204 കോടി രൂപയുടെ ഓർഡർ കിട്ടി. DCX സിസ്റ്റം കമ്പനി ഇവർക്ക് മിസൈൽ സബ് മൊഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. റെയിൽടെൽ കമ്പനി 48 കോടി രൂപയുടെ ഓർഡർ കിട്ടി. കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനി ഇവർ ഗ്രീൻ എനർജിയിലെ 4% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ടാറ്റ എലക്സി കമ്പനി ഇവരുടെ 5G ആപ്ലിക്കേഷൻ ലാബ് കമ്പനി പുതിയതായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തു. ടാറ്റ പവർ കമ്പനി ഇവരുടെ റിന്യൂവബിൾ എനർജി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്നുള്ള ഒരു കാര്യം ഇവരുടെ CEO പറഞ്ഞു എന്നുള്ളതാണ് ന്യൂസ്. ഇനി മറ്റുള്ള ഡിവിഡൻറ്റും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അത് ചെക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഒരുപാട് ന്യൂസ് അറിയാത്ത അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള നമ്മൾ മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വായിക്കുകയോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് കിട്ടുക? മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ മലയാളം ന്യൂസ് പേപ്പറിൽ ബിസിനസ് കോളത്തിൽ ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്, കുറേ ന്യൂസുകൾ ആഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും അപ്പോൾ നമ്മളൊരു ന്യൂസ് എന്ന രീതിയിൽ ഇതിൻ്റെ ഗ്ലോബൽ ലോക്കൽ ക്യൂസുകൾ, ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കും ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും എല്ലാവർക്കും സാറ്റിസ്ഫൈ ആയ രീതിയിലാണ് നമ്മൾ ന്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേക വിഭാഗം ആളുകളെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രാഡേ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് കിട്ടാൻ ആളുകൾക്കും അങ്ങനെയും ആളുകളുണ്ട്. അതായത് ന്യൂസ് കാണുന്നത് ഒരു പ്രത്യേകമായിട്ടൊരു ഉദ്ദേശത്തിനുമല്ല, മാർക്കറ്റിൽ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അവയർനെസ് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സ്പോർട്സ് കണ്ടു, അതായത് ക്രിക്കറ്റ് നമ്മൾ കണ്ടു, എങ്കിലും നമ്മൾ നെക്സ്റ്റ് ഡേ ആദ്യം നോക്കുന്നത് സ്പോർട്സ് പേജാണ്. നമ്മൾ ഫുൾ ഒരു ബോൾ പോലും നമ്മൾ കാണാതിരുന്നിട്ടില്ല, എങ്കിലും നമ്മൾ എന്തിനാ ആ ഒരു സ്പോർട്സ് പേജ് കാണുന്നത്? അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കമൻട്രിയും ഒക്കെ നമ്മൾ കിട്ടുമ്പോൾ നമുക്കൊരു ഊർജ്ജം കിട്ടും. ആ ഒരു പെർസ്പെക്റ്റീവിലും ആളുകൾ കാണുന്നുണ്ട് ന്യൂസ്. അപ്പോൾ എല്ലാ ആളുകളെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നമ്മൾ ബെൽ ഐക്കൺ അമർത്തു സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും പറയാറില്ല. നിങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് തന്നെ കരുതുക. താങ്ക് യു ഓൾ.